അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാൻ നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ ഒരു മനുഷ്യനിക്ക് ജീവിക്കാൻ കഴിയുക, അതിൽ ആരാധനകൾ നിർവഹിക്കാൻ കഴിയുക എന്നതൊക്കെ ഒരു വലിയ ഭാഗ്യമായി വിശ്വാസികൾ കാണേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് 2 പേർ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അവർ 2 പേരും മരണപ്പെട്ടുപോയി. ആദ്യത്തെ വ്യക്തി മരണപ്പെട്ടത് ഒരു യുദ്ധത്തിൽ അയാൾ രക്തം വാർന്ന് ഷഹീദായി, രക്തസാക്ഷിയായി മരണപ്പെട്ടുപോയി. രണ്ടാമത്തെ വ്യക്തി 1 വർഷം കൂടി ജീവിച്ച് ഒരു സാധാരണ മരണം സംഭവിച്ചു. ഈ 2 വ്യക്തികളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വ്യക്തി സ്വപ്നത്തിൽ കാണുകയാണ്. അതിൽ രണ്ടാമത് മരിച്ച വ്യക്തി, ഒരു സാധാരണ മരണം മരിച്ച വ്യക്തി ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തം വാർന്ന് ഷഹീദായി, രക്തസാക്ഷിയായി മരണപ്പെട്ട വ്യക്തി പിന്നീട് സ്വർഗത്തിലേക്ക് കയറുന്നതായിട്ടാണ് ഇദ്ദേഹം സ്വപ്നത്തിൽ ദർശിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം വന്ന് സ്വഹാബി ചോദിക്കുന്നുണ്ട്. കാരണം രക്തസാക്ഷിയായി മരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഒരാൾ യുദ്ധത്തിൽ പങ്കെടുക്കുക, ജീവൻ പണയം വെച്ച് മരണപ്പെടും എന്ന പേടിയില്ലാതെ ഒരു മനുഷ്യൻ വന്ന് പങ്കെടുക്കുക, യുദ്ധത്തിൽ പോരാടുക, എന്നിട്ട് അവിടെ വെച്ച് വെട്ടേറ്റ് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം വലിയധികം നന്മയായി, വലിയ പ്രോത്സാഹനം നൽകുന്ന, അല്ലെങ്കിൽ വലിയ കൂലി പറഞ്ഞിട്ടുള്ള ഒരു നന്മയാണ് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ. എന്നാൽ ഇദ്ദേഹത്തിനേക്കാളും മുൻപേ സ്വർഗത്തിൽ പ്രവേശിച്ച വ്യക്തി 1 വർഷം ജീവിച്ചു, സാധാരണ ഒരു മരണം സംഭവിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിച്ചത്, അലൈസ ഖദ് മക്കഥ ഹാദാ ബഅദഹു സന, അദ്ദേഹം 1 വർഷം കൂടി അധികം ജീവിച്ചില്ലേ? വ അദ്റക റമളാന ഫസോമഹു, അദ്ദേഹത്തിന് ഒരു റമളാൻ കൂടി ലഭിച്ചില്ലേ? അദ്ദേഹം ആ റമളാനിൽ നോമ്പെടുത്തില്ലേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമളാനിൽ 1 വർഷം കൂടി ജീവിക്കുമ്പോഴേക്കും ഒരു ഷഹീദായ മരണപ്പെട്ടു പോയൊരു വ്യക്തിയേക്കാളും വലിയ പ്രതിഫലം അയാൾക്ക് കരസ്ഥമാക്കാൻ മാത്രം ഈ റമളാനിൻ്റെ വിഭവങ്ങൾ സമൃദ്ധമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ റമളാനിൻ്റെ പരിശുദ്ധമായ പകലുകളിൽ, രാത്രികളിൽ ജീവിക്കുന്നു, അതിൽ കൃത്യമായ നോമ്പുകൾ നിർവഹിക്കുന്നു, അതിൽ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു, അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് നന്മയിൽ ഒരുപാട് ഉയരാൻ സാധിക്കും എന്നതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പരിശുദ്ധ റമളാനിൻ്റെ മുഴുവൻ ദിവസങ്ങളും ഒരു മനുഷ്യൻ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള എല്ലാ സാധ്യതകളും റമളാനിൽ ഉണ്ടായിട്ടും അയാൾ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തു എന്ന് വളരെ പ്രശസ്തമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബത്ത് പ്രവാചകൻ്റെ പള്ളിയിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ അടുക്കലേക്ക് വരുന്നു. പ്രവാചകൻ ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോൾ ആമീൻ 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 എന്നിങ്ങനെ 3 തവണ ആമീൻ പറയുന്നു. അത് കഴിഞ്ഞ് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ആമീൻ പറയാൻ കാരണം? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, എന്നിട്ട് 3 പ്രാർത്ഥനകൾ നിർവഹിച്ചു. അതിലൊന്നിങ്ങനെയാണ്, റഗിബ അൻഫു ഇംറിഇൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു, ഒരു മനുഷ്യൻ റമളാൻ കിട്ടിയിട്ടും അതിൽ നോമ്പുകളെടുത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടും അയാളുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ അയാൾക്ക് ആ റമളാൻ കഴിഞ്ഞുപോയെങ്കിൽ അയാൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിൽ ലോകത്ത് തന്നെ സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നു. അങ്ങനെ റമളാനിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ആ റമളാൻ കടന്നുപോയതെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാശമുണ്ടാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതാണ് ഈ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ ജീവിക്കുമ്പോൾ, ഈ റമളാനിൻ്റെ പകലുകൾ, രാത്രികളൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം നന്മകളും തൗബകളും ചെയ്തുകൊണ്ടാണോ ഇതിൻ്റെ രാത്രികളും പകലുകളും കടന്നു പോകുന്നത് എന്ന്
വിശ്വാസികൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗീമ അൻഫു റജുലിൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ അടുക്കൽ വെച്ച്, ഒരു മനുഷ്യൻ്റെ അടുക്കൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്മരിക്കപ്പെടുന്നു, എന്നിട്ടും എൻ്റെ മേൽ ഒരാൾ സ്വലാത്ത് ചെല്ലുന്നില്ല എങ്കിൽ അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വ റഗീമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ. ഒരു മനുഷ്യനിലേക്ക് റമളാൻ വന്നെത്തി. സുമ്മ ഇൻസലഖ ഖബ്ല യുഗ്ഫറ ലഹു. അയാളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാതെയാണ് ആ റമളാൻ കഴിഞ്ഞു പോയതെങ്കിൽ അയാൾക്കു നാശമുണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ അയാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ്, അല്ലെങ്കിൽ ആ നിലക്ക് ആ റമളാനിനെ ഉപയോഗിക്കാതെയാണ് ആ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ അയാൾ കഴിച്ചു കൂട്ടുന്നതെങ്കിൽ അയാൾക്കും നാശമുണ്ടാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഗൗരവത്തിൽ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോ പകലുകൾ, ഓരോ മിനിറ്റുകളും ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ റമളാൻ വളരെ വേഗത്തിൽ നമ്മിൽ കടന്നു പോകും. പക്ഷേ ഇതിന് എത്ര കണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനകൾ വർദ്ധിപ്പിച്ച്, നമ്മുടെ നമസ്കാരങ്ങളിലെ ഭക്തി വർദ്ധിപ്പിച്ച്, നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലങ്ങൾ കൂടുതലായി ആഗ്രഹിച്ച്. കാരണം ഇവിടെ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്, ചുറ്റുഭാഗത്ത് എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കാതിരുന്നാൽ അത് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചല്ല നമ്മൾ ഈ അവസരത്തിൽ നോമ്പെടുക്കേണ്ടത്. എല്ലാവരും തറാവീഹ് നമസ്കരിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കാതിരിക്കുക എന്ന് വിചാരിച്ച് പള്ളിയിൽ പോകേണ്ടവരല്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അത്തായത്തിന് എണീക്കേണ്ടത്. അതിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിലൊരു ബറക്കത്തുണ്ടല്ലോ, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അത്തായം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ റമളാനിൻ്റെ പകലുകളിൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, രാത്രികളിൽ നമസ്കരിക്കുമ്പോൾ, ഇങ്ങനെ മുഴുവൻ തുടങ്ങിയ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പാപം പുറത്തു തരണം, എനിക്ക് നന്മകൾ വർദ്ധിപ്പിച്ചു തരണം, ഈ റമളാൻ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ വളരെ വേഗത്തിൽ കടക്കാൻ കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ കടന്നു പോകേണ്ടത്. കാരണം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ മിനിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. ഒരു ദിവസം കടന്നുപോയാൽ പിന്നീട് ആ ദിവസം നമുക്ക് മരണം വരെ തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ദിവസങ്ങളും ഇതിൻ്റെ മണിക്കൂറുകളും വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാണ് ഒരു വിശ്വാസി ഈ ദിവസങ്ങളിലൊക്കെ ഇടപെടേണ്ടത് എന്നതാണ് വിശ്വാസികളെ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇതിനു വേണ്ടി നമ്മൾ എന്ത് തിരിച്ചാലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കുറച്ച് ഹലാലുകൾ മാറ്റിവെച്ചാലും, കുറച്ച് സുഖങ്ങൾ മാറ്റിവെച്ചാലും അതുകൊണ്ട് യാതൊരു പ്രശ്നവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരുത്തുകയില്ല. എന്നു മാത്രമല്ല, അതിനു പകരമായത് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാഅൻ ലില്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഇല്ല ആതാക്കല്ലാഹു ഖൈറൻ മിൻഹു, അള്ളാഹു അതിന് സമാനമായത് അല്ലെങ്കിൽ അതിനേക്കാളും ഖൈറായത് അള്ളാഹു ആ മനുഷ്യർക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ലാഭങ്ങൾ, ഭൗതികമായ ലാഭങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നുവെങ്കിൽ അതുകൊണ്ടൊരു നഷ്ടവും നമുക്ക് ദുനിയാവിലോ പരലോകത്തോ സംഭവിക്കുകയില്ല. എന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുതിയ തുറവികൾ, പുതിയ വഴികൾ കാണിച്ചു കൊടുക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ ഹറാമുകൾ ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ, ഒരു കറാഹത്ത് പോലും സംഭവിക്കാതെ എല്ലാ ജമാഅത്തുകളും കൃത്യമായി നിർവഹിച്ച്, അതേപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ വർദ്ധിപ്പിച്ച്, മുഴുവൻ ആരാധനാകർമ്മങ്ങളിലും നമ്മൾ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് ഈ റമളാനിൻ്റെ പകലുകളും രാത്രികളും കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.